97 പുതിയ എഞ്ചിൻ കയറ്റിയത്. പ്രത്യേക സുഖമാണ്, ക്ഷീണമില്ല. അംബാസഡർ കൂടാതെ ചേട്ടന് വേറൊരു പാഷനാണ് റെക്കോർഡുകളും അല്ലേ, പഴയ സെറ്റുകളും. റെക്കോർഡ് പ്ലെയർ പണ്ടോട്ടുള്ള കളക്ഷനാണെന്ന് തോന്നുന്നു അല്ലേ? എത്ര നമ്മൾ വന്നേക്കുന്നത് വിജയകുമാർ ചേട്ടൻ്റെ 1977 മോഡൽ മാർക്ക് 3. ഇപ്പോൾ മാർക്ക് 3 കൺവേർട്ടഡ് ടു നോവ മോഡലാണ്. ഈ വണ്ടിയുടെ വിശേഷവും ഡീറ്റെയിൽസും കവർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വിജയകുമാർ ചേട്ടനെ വെൽക്കം ചെയ്യാം. ചേട്ടാ പ്ലീസ് കം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. എനിക്കൊന്ന് നമ്മൾ ആദ്യം കണ്ടത് ഒരു മീറ്റപ്പിന് വെച്ചിട്ടായിരുന്നു അല്ലേ? ഇതേമാതിരി ഒരു അംബാസഡറിന്റെ മീറ്റപ്പിന് വെച്ചിട്ടാണ് കണ്ടേ. അപ്പോൾ ചേട്ടാ ഈ വണ്ടി എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തിയത്, അതൊന്ന് പറയാമോ? എങ്ങനെയാണ് ചേട്ടന് വണ്ടി? അത് ഞാൻ ഒരു 2000 എടപ്പള്ളിയിലുള്ള ഒരാളുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. ശരി. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് 25 വർഷമായി. എന്നാൽ എനിക്കൊന്ന് ഇതിൽ ഏത് എഞ്ചിനാണ് ഇരിക്കുന്നത്? BMC എഞ്ചിനാണ് ഇരിക്കുന്നത് അല്ലേ? BMC എഞ്ചിൻ. ശരിക്കും വണ്ടി മാർക്ക് 3 ആണ് അല്ലേ? മാർക്ക് 3 77 മോഡലാണ്. 77 മോഡൽ മാർക്ക് 3. ഇപ്പം നോവ ടൈപ്പ് നോവ ആക്കിയതാണ്. അപ്പോൾ ചേട്ടനിപ്പോൾ എത്രാമത്തെ ഓണറാണിത്? ഇത് മൂന്നാമത്തെ ഓണറാണ് അല്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് എത്ര വർഷമായി ഇപ്പം വണ്ടി? എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 25 വർഷമായി. 25 വർഷമായി അല്ലേ? 2000 മേടിച്ചതാണ്. ഓക്കെ. ഇത്രയും നാളായിട്ട് എങ്ങനെയുണ്ട് വണ്ടിയുടെ എക്സ്പീരിയൻസ്? എനിക്കൊന്ന് കാര്യമായിട്ട് അങ്ങനെ പണിയൊന്നും വന്നിട്ടില്ല. കാര്യമായിട്ട് പണിയൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വണ്ടി നേരത്തെ ഉപയോഗിച്ച ആളും നല്ല രീതിയിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. എനിക്ക് തോന്നുന്നു അതേപോലെ എഞ്ചിനും അധികം ഓടാത്ത എഞ്ചിനാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. 97 പുതിയ എഞ്ചിൻ കയറ്റിയതാണ്. പുതിയ എഞ്ചിൻ കയറ്റിയതാ അല്ലേ? അപ്പം പെട്ടി പാക്ക് കയറ്റിയത്. ഇപ്പം എങ്ങനെ വണ്ടിയായിട്ട് ലോങ് ഒക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് പോയത് കമ്പം തേനി പോയി. തേക്കടി വഴി മറ്റേ ശരി അതിലെ പോയി മൂന്നാർ വഴി തിരിച്ചു വന്നു. ശരി. എനിക്കതങ്ങനെ വണ്ടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഒരു കുലുക്കോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഭയങ്കര സ്റ്റർഡി ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ചേട്ടനെ കിട്ടിയിട്ട് എന്തൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? പെയിന്റ് മാറ്റിയിട്ടുണ്ടോ? പെയിന്റും നമ്മുടെ കിട്ടുമ്പോൾ ഏതായിരുന്നു കളർ? ഏതായിരുന്നു? പച്ച തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ പിന്നെ പച്ച തന്നെ അങ്ങ് പിടിച്ചു പോയല്ലേ? പിന്നെ മാറ്റിയിട്ടില്ല എന്നുള്ളു. എത്ര പ്രാവശ്യം പെയിന്റ് ചെയ്തു? ഇപ്പോൾ 2-3 പ്രാവശ്യം. 3 പ്രാവശ്യം. പിന്നെ എനിക്കൊന്ന് വണ്ടി ആണെങ്കിലും അങ്ങനെ പാച്ചും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? വണ്ടി നീറ്റ് പാച്ചൊന്നും അധികമില്ല. ചേട്ടാ അപ്പം ചേട്ടൻ എന്താ ചെയ്യുന്ന? ചേട്ടൻ റിട്ടയർ ആയോ? ഇപ്പം എങ്ങനെയാണ്? ഞാൻ ഫെസിറ്റിലായിരുന്നു. റിട്ടയർഡായി. 2000 റിട്ടയർഡായി. ഇപ്പോൾ ഇലക്ട്രോണിക്സ് അധികം ഈ റെക്കോർഡ് പ്ലെയറുകളാണ് നന്നാക്കുന്നത്. പ്ലെയറുകളല്ലേ? അത് സർവീസ് ചെയ്യുന്നുണ്ടല്ലേ? സർവീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വിജയകുമാർ ചേട്ടൻ അംബാസഡർ കൂടാതെ
പഴയ റെക്കോർഡുകൾ, അതേപോലെ റെക്കോർഡ് പ്ലെയേഴ്സിൻ്റെ ഒരു വിപുലമായ കളക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. വ്യൂവേഴ്സിന് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാം. ഓക്കെ. അപ്പോൾ ചേട്ടാ, പിന്നെ നമ്മൾ വണ്ടി നമ്മുടെ കിട്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്? എനിക്കൊന്നും കാര്യമായിട്ട് പണികളൊന്നും ഇല്ലായിരുന്നു അല്ലേ നമ്മുടെ? ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഫ്രണ്ടിലൊരു താടി പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ കാണുന്നത്. ഓക്കെ, അത് ചെയ്തു. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. അതിപ്പം SS-ൻ്റെ ആണല്ലേ? SS-ൻ്റെ. ഓക്കെ ഓക്കെ. എനിക്കൊന്ന് ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ ചേട്ടൻ തന്നെയാണ് ചെയ്യാറുള്ളതെന്ന് തോന്നുന്നത്. നമ്മൾ ഇനി എവിടെയാണ് ലോങ് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ലോങ് രാമേശ്വരം പോകാൻ പ്ലാൻ ഉണ്ട്. പ്ലാൻ ഇവിടുന്ന് കന്യാകുമാരി, മധുര, രാമേശ്വരം, പിന്നെ പഴനി വഴി തിരിച്ചു വരും. അത്യാവശ്യം ഒരു വലിയ ട്രിപ്പ് തന്നെയാണ് അല്ലേ? പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിനു മുമ്പ് കാരക്കൽ പോയിട്ടുണ്ടായി, നമ്മുടെ വേളാങ്കണ്ണി അടുത്ത്. അത് ശരി. അന്ന് ഞാനല്ല പോയത്, പുള്ളി വണ്ടി കൊണ്ടുപോയത്. എനിക്ക് ലോങ്ങൊക്കെ പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. വേറെ വണ്ടി ഇല്ലല്ലോ, കാർ ഇത് തന്നെയല്ലോ? ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല ഇതുവരെ. എന്തുകൊണ്ടാണ് അംബാസഡറിലേക്ക് പണ്ട് തൊട്ട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? അത് അല്ല, പണ്ട് അംബാസഡർ മേടിച്ച് പിന്നെ യാത്രാ സുഖം ഉള്ളതുകൊണ്ട് കളയാതെ വെച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വണ്ടി യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം വേറൊരു വണ്ടിയിൽ നമുക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രത്യേകത തന്നെയാണ്. പ്രത്യേക സുഖമാണ്, ക്ഷീണമില്ല. പിന്നെ പവർ സ്റ്റിയറിംഗ് അല്ല, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ചേട്ടൻ ഇപ്പോൾ അതുമായിട്ട് യൂസ്ഡ് ആയെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബെയറിംഗ്, സസ്പെൻഷനൊക്കെ ബെയറിംഗ് ആണ്, അത് കാരണം നല്ല ഫ്രീ ആണ്. പിന്നെ അതേപോലെ ഞാൻ ശ്രദ്ധിച്ച വണ്ടിയുടെ ഷേപ്പാണ്, നല്ല ഷേപ്പും എല്ലാ സൈഡിൽ നിന്നും നല്ലൊരു ഇതുണ്ട്. അങ്ങനെ നമുക്കെന്നാ ഇത് ആക്സിലേറ്റർ ഇല്ലേ, ഇത് ഒരു കമ്പിയായിരുന്നു. കേബിളാക്കിയോ? കേബിളാക്കി അതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. അതെന്താ അങ്ങനെ ആക്കാൻ കാര്യം? മറ്റേത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ചവിട്ടാൻ. ഇതിപ്പോ ഫ്രീ ആയി. അപ്പോൾ ചേട്ടന് അംബാസഡർ എടുക്കാൻ നേരത്തെ BMC എഞ്ചിൻ അങ്ങനെ നോക്കിയാണോ? അങ്ങനെ നോക്കിയല്ല എടുത്തത്. അന്ന് കണ്ടപ്പോൾ പുതിയ എഞ്ചിൻ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളി 97-ലാണ് പുതിയ എഞ്ചിൻ കയറ്റിയത്. ശരി. 2000-ൽ ഞാൻ മേടിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മേടിച്ചു. അന്ന് പുള്ളി അങ്ങോട്ട് 23,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുള്ളി എഞ്ചിൻ മാറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു അത് ആ എഞ്ചിൻ്റെ ആ ട്യൂണിങ്ങും സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് അറിയാനുണ്ടല്ലോ. പിന്നെ ആ എഞ്ചിൻ ഭാഗത്തേക്ക് തൊട്ടിട്ടേ ഇല്ലല്ലോ? അതിൻ്റെ ഇതൊന്നും തൊട്ടിട്ടില്ല, പമ്പും ഒന്നും തൊട്ടിട്ടില്ല. അതായത് മെക്കാനിക്കലി നമുക്ക് 100% ഓക്കെ ആയിട്ടാണ് കിട്ടിയത് അല്ലേ? മെക്കാനിക്കൽ സൈഡ് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വന്നിട്ടില്ല. ആകെ പിന്നെയും പറയാമെന്ന്
പെയിന്റ് മാത്രം, അത് പിന്നെ സ്വാഭാവികമാണ് അല്ലേ? പിന്നെ അകത്ത് ചേട്ടൻ അപ്പോൾസ്ട്രി മാറ്റിയിട്ടുണ്ടോ? അപ്പോൾസ്റ്ററി ഞാനൊരു ഇപ്പോൾ ഒരു 10-15 വർഷമായി. വെൽവെറ്റായിരുന്നു ആദ്യം. ഇപ്പോൾ റെക്സിനാണ്. പിന്നെ അകത്ത് ലൈറ്റ് പിടിപ്പിച്ചല്ലേ? ലൈറ്റ് അത് സ്വന്തം പണി. ലൈറ്റ് സെറ്റൊക്കെ പിന്നെ ചേട്ടൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ചേട്ടന് ഈ ലോങ് ഒക്കെ ഇത്രയും ദൂരം പോകുന്നുണ്ടല്ലോ, അപ്പം സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ പുതിയ വണ്ടികൾ ആയിട്ടായിരിക്കുമല്ലോ ലോങ് ഒക്കെ പോകുന്നത്. ഇപ്പോഴും എന്താണ് ആ ഒരു ധൈര്യം എങ്ങനെയാണ്? ഈ അംബാസഡറുമായിട്ട് പലർക്കും അങ്ങനെ ഒരു ഇതില്ല ലോങ് പോകാൻ. പലരും ഷോർട്ടായിട്ടൊക്കെ കൊണ്ട് നടക്കും, പക്ഷെ ഇത്രയും ലോങ് ഒക്കെ പോകാനുള്ള ഒരു ഇത് എങ്ങനെയാണ് നമുക്ക്? ഒന്നാമത്തെ യാത്രാ സുഖമുണ്ട്, പിന്നെ സേഫ്റ്റി. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ സിഗ്നലിൽ കിടക്കുകയായിരുന്നു. പുറകിൽ വന്ന ഒരു ലോറി കൊണ്ടുവന്ന് ബാക്കിലിടിച്ചു. വണ്ടിയിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല. ഡിക്കി ചളങ്ങി. എന്നിട്ട് ഞാൻ ഡിക്കി വേറെ മാറ്റി വെച്ചു. അത് ഈ വണ്ടി ആയതുകൊണ്ടാണ്. ഈ വണ്ടി ആയതുകൊണ്ടാണ്. അതേസമയം വേറെ വല്ല വണ്ടിയാണ് ഈ ബാക്കിലിരുന്ന എല്ലാവരും കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വണ്ടിയായിട്ടുള്ള ഒരു വിശ്വാസമല്ലേ നമുക്ക്? വണ്ടി ശരിക്കും മാർക്ക് 3 അല്ലേ നമ്മുടെ? മാർക്ക് 3. അപ്പോൾ ചേട്ടന് എപ്പോഴെങ്കിലും മാർക്ക് 3യിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതില്ല. എൻ്റെ മാർക്ക് 3 എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് ഈ ഒരു മോഡലാണ് ഇഷ്ടം അല്ലേ? ക്ലാസിക്കൽ. അത് പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. മാർക്ക് 3യുടെ ഗ്രില്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല, കുറച്ച് വലുതായത്. അപ്പം ഈ ഒരു മോഡൽ തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇത് തന്നെ കൊണ്ടു നടക്കുന്നത്. ഭാവിയിൽ എന്തെങ്കിലും ഇപ്പം നമുക്കിനി നിലവിൽ എന്തെങ്കിലും വർക്ക് ബാക്കിയുണ്ടോ? പെൻഡിങ് എന്തെങ്കിലും ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇനി വർക്ക് ഇതിൻ്റെ ബ്രേക്ക് ഒന്ന് പവർ ബ്രേക്ക് ആക്കണമെന്നുണ്ട്. ഇപ്പൊ സാധാ ബ്രേക്ക് തന്നെ. സാധാ ബ്രേക്കാണ്. പവർ ബ്രേക്ക് ആക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ് അല്ലേ? പവർ വിൻഡോ ഞാൻ മേടിച്ച് കയറ്റാനുള്ള മോട്ടറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കയറ്റണമെന്ന്. പവർ വിൻഡോ കയറ്റാൻ പ്ലാനുണ്ട്. എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്, കയറ്റിയിട്ടില്ല. ഈ ഒരു സീറ്റിൻ്റെ വേറൊരു ഫീലാണല്ലേ, നമുക്കിങ്ങനെ അടുത്തെല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റും. യാത്ര ചെയ്യുന്ന കൂടുതലും ഫാമിലി ആയിട്ടാണോ? സീറ്റൊക്കെ കിട്ടിയപ്പോൾ എങ്ങനെ തന്നെ അല്ലായിരുന്നു? നമ്മളൊന്ന് മാറ്റി ഈ സീറ്റ് മാറ്റിയിരുന്നു. സീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത് ബെഞ്ച് സീറ്റ് ആയിരുന്നു, ബെഞ്ച് സീറ്റ് അല്ല, ഇത് രണ്ട് പീസായി. ഇത് പക്ഷെ നമുക്ക് പുറകിലേക്ക് ആക്കാം അല്ലേ? വേണമെങ്കിൽ രണ്ടും ആക്കാം. ഇതും ആക്കും. അപ്പോൾ ഏകദേശം ബെഞ്ച് സീറ്റിൻ്റെ ആ ഇതും കിട്ടും, എന്നാൽ ലോങ് ഒക്കെ പോകുമ്പോൾ ഒന്ന് ചാരണമെങ്കിൽ ചാരുകയും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും.
പിന്നെ ഇത് സെറ്റ് പൈനിയറിൻ്റെ സെറ്റ് അല്ലേ? പൈനിയറിൻ്റെ അത് കിട്ടിയപ്പോൾ ഉള്ളതായിരുന്നു അതോ നമ്മൾ? അല്ല, കിട്ടിയപ്പോൾ പൈനിയറിൻ്റെ തന്നെയായിരുന്നു, കാസറ്റായിരുന്നു. ഇപ്പോൾ DVD മേടിച്ചു. DVD മേടിച്ചു വെച്ചാൽ. ഈ മീറ്ററൊക്കെ കിട്ടിയപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ മാറ്റിയിട്ടുണ്ടോ? മീറ്റർ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിട്ടിയിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? അതിപ്പോൾ 1,00,000 മുകളിൽ ഓടിയിട്ടുണ്ടോ? 2 ലക്ഷം അടുത്തായിട്ടുണ്ട്. ഓട്ടം കുറവാണ്. ഇത്രയും കാലം കൊണ്ട് ഇത്ര ഓടിയിട്ടുണ്ട്. മാറിക്കിടക്ക് റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിലെന്തൊക്കെ കിട്ടും നമുക്ക്? എന്തൊക്കെ ഫംഗ്ഷൻ പറ്റും? റിവേഴ്സ് ക്യാമറ ഉണ്ട്, പിന്നെ വീഡിയോ ആണ്. വീഡിയോ ആണ്. ഇതിൽ നിന്നും വീഡിയോ ആണ്. ഇതെത്രയായി ഇതിന്? ഇതിന് 4,000 രൂപ. എത്ര ഉള്ളൂ? 4,000 രൂപ അടുത്ത് വന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടികളും സെറ്റ് ആവാണ്. ഇതപ്പം ഇത് ഫിറ്റ് ചെയ്യണേ പഴയ മിററിൻ്റെ മുകളിൽ വെറുതെ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിററായിട്ട് ഉപയോഗിക്കും. ഓ, അങ്ങനെ. കൊള്ളാം. ഇതിൽ കൂടി കണ്ട ബാക്ക് കാണും. എന്താ ഇത് ബീഡിങ്? ഇത് SS ആണോ? സ്റ്റീലാണോ? ഇല്ല, സ്റ്റീലല്ല, പ്ലാസ്റ്റിക്കിൻ്റെ. മറ്റേ സൈഡ് ബീഡിങ് 2 ഇത്. 2 ഒപ്പം അത് നമുക്ക് ഡാഷൊക്കെ നമ്മുടെ കിട്ടുമ്പോൾ എങ്ങനെ തന്നെയായിരുന്നു? ഇതല്ലായിരുന്നു, വേറെ ഇരുമ്പിലുള്ള മെറ്റലായിരുന്നു. അത് മാറ്റിയ ഇത് ഹൈവേ ഡാഷ് മേടിച്ചു. ഈ മറ്റേ ഈ ക്വാർട്ടർ ഗ്ലാസും ഇതൊന്നും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, അതൊക്കെയാണ്. അതേമാതിരി ഗ്ലാസ് ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ഗ്ലാസ് ഭയങ്കര ടിൻഡർ ഗ്ലാസ് അല്ലേ? അത് നല്ല സ്മൂത്ത് ആണല്ലേ? ഗ്ലാസ് ഒന്നും ഒരു വർക്കിങ്ങോ ഒന്നുമില്ല. അതേപോലെ ഡോറും ഞാൻ ശ്രദ്ധിച്ചു, ഡോറൊക്കെ പക്കയാണ്. അടയ്ക്കുമ്പോൾ സൗണ്ടും സൺഷെയ്ഡ് നമ്മൾ ഉപയോഗിച്ചാണോ അതോ കിട്ടുമ്പോഴോ ഉണ്ടായിരുന്നാണോ? അല്ല, സൺഷെയ്ഡ് ഞാൻ മേടിച്ചു വെച്ചതാണ്. ചേട്ടാ, അപ്പം അംബാസഡർ കൂടാതെ ചേട്ടന് വേറൊരു പാഷനാണ് റെക്കോർഡുകളും അല്ലേ? പഴയ സെറ്റുകളും. റെക്കോർഡ് പ്ലെയർ പണ്ടോട്ടുള്ള കളക്ഷനാണെന്ന് തോന്നുന്നു അല്ലേ? എത്ര നാളായി കളക്ഷൻ തുടങ്ങി? ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ അച്ഛൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ പ്ലെയറുകൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു 8 എണ്ണം ഉണ്ട്. 8 പ്ലെയർ ഉണ്ട്. നമുക്കൊന്ന് കാണാമോ? ആ പ്ലെയർ ഒന്ന് കാണാം. ആണല്ലേ? കളക്ഷൻ ഒന്ന് കാണിക്കാവോ? പഴയ റെക്കോർഡ് പുറത്തെടുക്കണോ? പഴയ മലയാളം സിനിമകളുടെ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? ഇതാ മണിച്ചിത്രത്താഴ് അല്ലേ? സമ്മറിൻ ബത്ലഹേം, ചിത്രത്താഴ്, യേശുദാസ്, സവിതം, ഒരു മിന്നിങ്ങിൻ്റെ നിർമ്മാട്ടം, വടക്കൻ വീരവേദ, പറമ്പിലാണ് വീട്. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടല്ലേ? പിന്നെയുള്ളതെല്ലാം പഴയതാണ്. ഇങ്ങനെ ഒഴിവ് സമയങ്ങളിൽ ഇത് പാട്ടെടുത്ത് ഇങ്ങനെ കേൾക്കും. അതൊന്ന് ഓൺ ചെയ്യാം, നമുക്ക് അതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചതാണ്. ഏതെങ്കിലും ഒരെണ്ണം
ഇതാണ് ഇതിൻ്റെ കാറ്ററേജ്. ഇതിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. ശരി. അപ്പോൾ ഇതിൻ്റെ പല ക്വാളിറ്റിയുള്ള ഇതുണ്ട്. ഇതൊരുവിധം നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള ഹെഡാണ്. ഓൺ ആയിക്കോളൂ. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര മാരക ഫീലാണ്. നമുക്ക് യൂട്യൂബിൽ മ്യൂസിക് കാണിക്കുന്നതിന് പരിമിതിയുണ്ട്. കോപ്പിറൈറ്റും സ്ട്രൈക്കും ഒക്കെ വരുന്ന കാരണം നമുക്കധികം കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. എനിക്കറിയില്ലായിരുന്നു ഇതിന് ഇത്രയും ഒരു എഫക്റ്റ് ഉണ്ടെന്ന്. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് ഇതിൽ നമ്മൾ മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്നതിന്. ചേട്ടാ, നമ്മുടെ ഈ വണ്ടിയുടെ കളർ ഏതാ ശരിക്കും വരുന്നത്? മെറ്റാലിക് ഗ്രീൻ അല്ലേ? ഇത് കിട്ടിയപ്പോൾ ഈ കളർ തന്നെയായിരുന്നു? ലൈറ്റ് ഗ്രീൻ ആയിരുന്നു. നമ്മൾ ഈ ഒരു ഗ്രീൻ ഡാർക്കാക്കി. ഇതിപ്പം ഒരു വെയിലടിക്കുമ്പം നമുക്ക് കറക്റ്റ് കളർ കിട്ടും അല്ല? ഒരു ഷൈനിങ് കിട്ടും, ഒരു റിഫ്ലക്ഷനും ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു, അതായത് ഒരു ഡ്യുവൽ ഷെയ്ഡായിട്ട് വരും അല്ലേ? ഇതെന്താണ് ഐറ്റം ചേട്ടാ? റെക്കോർഡ് പ്ലെയർ ആണ്. കൊള്ളാലോ. ഇത് പെട്ടി സൂട്ട് കേസ് മാതിരി ഇരിപ്പുണ്ടല്ലോ. നമുക്കത് കാണാം. വെറൈറ്റി സാധനമാണല്ലോ. പഴയ സാധനമാണല്ലേ? സാനിയോ. ഓ, സാനിയോടെ അല്ലേ? നമുക്കിത് പെട്ടി മാതിരി സ്യൂട്ട് കേസിൻ്റെ അകത്ത് മാതിരി കൊണ്ടു നടക്കാം അല്ലേ? ഇതിലെന്തൊക്കെയാണ്? റേഡിയോ ഉണ്ട്, പിന്നെ റേഡിയോ, ടേപ്പ് ഉണ്ട്, കാസറ്റ് ഉണ്ട്, റെക്കോർഡ്. ഓ, എല്ലാ പരിപാടിയും ഉണ്ട്. ആണോ? ഇതിങ്ങനെ ശരി. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്തതാണോ? താല്പര്യമായിട്ട് കിട്ടിയതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സർവീസ് ഉള്ളത്? എന്തിൻ്റെയൊക്കെയാണ്? ഞാൻ ആദ്യം എല്ലാം ചെയ്തിരുന്നതാണ്. പ്രായത്തിൻ്റെ ഇതുകൊണ്ട് കുറച്ചൊക്കെയാണ്. എന്നാലും ഇപ്പം റെക്കോർഡ് പ്ലെയറുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും റെക്കോർഡ് പ്ലെയറുകൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ ചേട്ടനെ സമീപിക്കാം അല്ലേ? ഓക്കെ. ഈ റെക്കോർഡും കാസറ്റുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ? നമുക്ക് കിട്ടാറുണ്ട്? കിട്ടുമല്ല? അത്രയും വരുമല്ലേ?